വയനാട് DCC പ്രസിഡന്റ് TJ ഐസക്കാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. കോൺഗ്രസിന്റെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ, അതിനോട് താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? കോൺഗ്രസിൻ്റെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊന്നുമില്ല, വിവാദങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് ഞങ്ങൾ പാർട്ടി പ്രഖ്യാപിച്ച ഭവന പദ്ധതിയാണ്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പണം, ആ ജനങ്ങളുടെ പണമാണ് സർക്കാരിൻ്റെ കയ്യിലുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കം കൊടുത്തുള്ള പൈസ എന്ന് ജനങ്ങളുടെ പൈസയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് ആർക്കൊക്കെ കൃത്യമായി ഉപയോഗിച്ചു, ദുരന്തബാധിതർക്ക് കൃത്യമായി അവർക്ക് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്വാഭാവികമായിട്ട് ഈ കോൺഗ്രസിൻ്റെ ഭവന പദ്ധതി വിവാദത്തിന് വേണ്ടി വിവാദത്തിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ ആദ്യം അതൊക്കെയാണ് പരിശോധിക്കേണ്ടത്. നമ്മൾ 13-ാം തീയതി കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീടുകൾ, ആ ഭവന പദ്ധതിയുടെ 1-ാം ഘട്ട സ്ഥലമെടുപ്പ്, നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ അന്തിമഘട്ടത്തിലാണ്. അത് 13-ാം തീയതി അത് പൂർത്തീകരിക്കും. 3 ഏക്കർ 24.5 സെൻറ്റ് സ്ഥലമാണ് മേപ്പാടി പഞ്ചായത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് TDS അടച്ചു. സ്റ്റാമ്പ് പേപ്പറിനൊക്കെ ഉള്ള പണം ഞങ്ങൾ ട്രഷറിയിൽ അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ 2-ാം ഘട്ടമായി ബാക്കി 100 ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ വയനാട്ടിലാകമാനം സാധിച്ചിട്ടുണ്ട്. അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായി UDF ചരിത്ര വിജയം നേടിയിരിക്കുകയാണ്. ചരിത്ര വിജയം എന്ന് പറയാൻ കാരണം ജില്ലാ പഞ്ചായത്തിൽ 17-ൽ 15 സീറ്റും UDFന് ലഭിച്ചു. 4 ബ്ലോക്ക് പഞ്ചായത്തുകളും UDF ജയിച്ചു. 3 മുനിസിപ്പാലിറ്റി, 2 മുനിസിപ്പാലിറ്റിയും UDFന് ജയിക്കാൻ സാധിച്ചു. 23 പഞ്ചായത്തിൽ 18 സ്ഥലത്തും UDFൻ്റെ പ്രസിഡന്റുമാരുണ്ടായി. അപ്പോൾ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ വിജയം സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് 3 അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഭൂരിപക്ഷമുണ്ട്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 3 നിയോജക മണ്ഡലത്തിലും UDF വിജയിക്കും. 2 നിയോജക മണ്ഡലങ്ങൾ നിലനിർത്തും. അതോടൊപ്പം നഷ്ടപ്പെട്ടു പോയ മാനന്തവാടി തിരിച്ചു പിടിക്കാനുമുള്ള ഒരു ചൂണ്ടുപലകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിയ മുദ്രാവാക്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഴിമതിക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കരുത് എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചത്. അത് ജനങ്ങൾ ഉൾക്കൊണ്ടു. UDFൻ്റെ ശക്തി കേന്ദ്രമായ വയനാട് ജില്ലയിൽ ഞങ്ങൾക്ക് വലിയ വിജയം നേടാൻ സാധിച്ചു എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.